എല്ലാവർക്കും നമസ്കാരം. നമ്മൾ വീണ്ടും ക്ലാസ് തുടങ്ങുകയാണ്. ഇനി നമുക്ക് വായിക്കാനുള്ളത് സ്കന്ധം 4 തന്നെ 21-ാമത്തെ അധ്യായമാണ്. നമുക്ക് 21-ാമത്തെ അധ്യായം വായിക്കാം. ഓം വിഘ്നേശ്വരായ നമഃ. ഓം സരസ്വതീ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം അമൃതേശ്വരി നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. अद एकविंशतितमोऽध्यायः। मैत्रेय उवाच मौक्तिकै कुसुमस्रग्भिर्दुगूलै स्वर्णतोरणै महासुरभिर्दूभैर्मण्डितं तत्र तत्र वै चन्दना गुरुदोयार्द्ररत्या चत्वरमार्गवद पुष्पाक्षतफलैस्तोक्मैर्लचारैरर्चिर्भिरर्चितं सवृन्दै कदलीस्तम्भै पूगपोदै परिष्कृतं तरुपल्लवमालाभिं सर्वदसमलङ्कृतं प्रजास्तं दीपबलिभिः सम्पृदाशेषमङ्गलै अभियून्मृष्टकन्याश्च मृष्टकुण्डलमण्डितां छन्दन्दुभिघोषेण ब्रह्मघोषेण जर्तुजां विवेशभवनं वीरस्तूयमानो गदस्मयः पूजितः पूजयामास तत्र तत्र महाशयां पौरान् जानपदां स्तां प्रीतप्रियवरप्रदः स एव मादीन्यनवद्यचेष्टितः कर्माणि भूयांसि महान् महत्तमां कुर्वं शशासावनिमण्डलं यश स्वीदं निधायारुरुहे परं पदं सूदोवाजां तदाधिराजस्य यशो विजृम्भितं गुणैरशेषैर्गुणवत्सभाजितं क्षत्ता महाभागवतः सदस्पदे कौशारवीं प्राह गृणन्दमर्चयन् विदुरोवाजां सोऽभिषिक्तः पृथुर्विप्रैर्लब्धा शेषसुरार्कणकां बिभ्रत्स वैष्णवं तेजो बाहोराभ्यां दुदोहगां कोनस्य कीर्तिं न शृणोत्यभिज्ञो यद्युक्रमोच्छिष्टमशेषभूभां लोगां सबालाम् उपजीवन्ति कामम् अद्यापि तन्मे वद कर्मशुद्धं। मैत्रेय उवाच गङ्गा यमुनयोर्नद्यो अन्तराक्षेत्रमवसन् आरब्धानेव बुभुजे भोगान् पुण्यजिहासयां सर्वत्रास्करिदादेश सप्तदीपैकदण्डदृक् अन्यत्र ब्राह्मणकुलादन्यत्राच्युतगोत्रदः एकदासीन्महासत्रं दीक्षां तत्र दिवौगसां समाजो ब्रह्मर्षीणां च राजर्षीणां च सत्तमकां तस्मिन्नर्हल्सु सर्वेषु स्वर्चिदेषु यदार्हताम् उद्दितः सदसो मध्ये ताराणामुडुराडिवकां प्रांशुपीनायदभुजों गौरगञ्जारुणेक्षणां सुनाससुमुखः सौम्या पीनां ससुद्विजस्मितः व्युडवक्षां बृहशोणिर्बलिवल्गुदलोदरकाम् आवर्तनाभिरोजसीं काञ्चनोरुरुदग्रहवाद सूक्ष्मवक्रासिदस्निग्ध मूर्धजक्कम्बुकन्धरां महादने दुगूलाग्रे परिदायो भवीयजां व्यञ्जिताशेषगात्रा श्रीनियमेनस्तभूषणः कृष्णाजिनधर श्रीमन् कुशपाणीं घृतोजितकां शिशिरस्निग्धताराक्षां समेक्षतसमन्ददकां ऊजिवानिदमुर्वीश सदसंहर्षयन्निवकां चारुचित्रपदं श्लष्णं मृष्टं गुडमविक्लवं सर्वेषामुपकारार्थं तदानुवदन्निवः ഓം തത്സത്. ഇനി നമുക്ക് വായിച്ചതിൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ എന്താണ് പറഞ്ഞു വന്നത്? ഇവിടെ പൃഥുവിനോട് ഭഗവാൻ പറഞ്ഞിട്ട് പൃഥുവിന് മനസ്സിലായി ഒരുപാട് ആഗ്രഹങ്ങളും ഓരോ കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതൊക്കെ ചെയ്യുന്നതിനെക്കാട്ടിലും നമ്മൾ എന്ത് ചെയ്യണം? സ്നേഹത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് എന്ന് ആർക്ക് മനസ്സിലായി? പൃഥുവിനും ഭഗവാൻ തന്നെ മനസ്സിലാക്കി കൊടുത്തു. വഴക്കും അതുപോലെ അത്യാഗ്രഹങ്ങളും അതൊക്കെ നമുക്ക് നന്മയെ തരില്ല, അതൊക്കെ നമുക്ക് മോശമായിട്ടേ ഭവിക്കുകയുള്ളൂ എന്ന് ആർക്ക് മനസ്സിലായി? പൃഥു മഹാരാജാവിന് മനസ്സിലായി. അപ്പോൾ അദ്ദേഹം അങ്ങനെ ചെയ്തത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ, രാജാവായതുകൊണ്ട് അശ്വമേധം കഴിക്കുന്നത് എല്ലാ രാജാക്കന്മാരും അശ്വമേധമൊക്കെ കഴിക്കും. അങ്ങനെ ഒരു രാജാവിന് പിന്നെ ചക്രവർത്തിയാവുക, കൂടുതൽ കൂടുതൽ സ്ഥലത്തെ രാജാവാകുക എന്നൊക്കെയുള്ള ഒരു ആഗ്രഹം, അത് രജോ ഗുണ
ത്തിൽ നിന്ന് വരുന്ന ഒരാഗ്രഹമാണെന്ന് പറയുന്നത്. അത് ക്ഷത്രിയനായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിലുണ്ടാവും. നമ്മുടെ എല്ലാം സ്വഭാവം ഉണ്ടാവും. ഓരോ സ്വഭാവങ്ങളുണ്ടാവും. നമ്മൾ പറയുന്നില്ലേ ആത്മാവാണ് നമ്മൾ, ഈശ്വരനാണ്. പക്ഷേ നമ്മളിൽ ഓരോരുത്തരും വ്യത്യസ്തമായിരിക്കുന്നത് എന്താണ്? താമസിക ഗുണം, രാജസിക ഗുണം, സാത്വിക ഗുണം എന്ന് പറഞ്ഞ് ത്രിഗുണങ്ങളുണ്ട്. 3 ഗുണങ്ങളെക്കുറിച്ച് നമ്മൾ പല പല അധ്യായങ്ങളിൽ പഠിച്ചു. അല്ലേ? ഓരോ ഗുണങ്ങൾ കൊണ്ട് എന്താ സംഭവിക്കുന്നത്? അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചതാണ്. ഓരോ ഗുണങ്ങളും കൊണ്ട് എന്താണ് ഉണ്ടാവുക? താമസ ഗുണം എന്ന് പറയുന്നത് മഹാമോശമായ ഗുണമാണെന്നും, അതുപോലെ രാജസിക ഗുണം എന്ന് പറയുന്നത് എന്താണ്? ആഗ്രഹങ്ങളും സുഖലോലുപതയും ഉള്ളതാണ്. പിന്നെ അതായത് സാത്വിക ഗുണം എന്ന് പറയുന്നത് നല്ല ഗുണമാണ്. അതായത് എല്ലാവരോടും സ്നേഹത്തോടെയും സമാധാനത്തോടെയും ഒക്കെ ഇരിക്കുന്ന ആ ഒരു ഗുണത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഒരു നല്ല ഗുണത്തിനെയാണെന്ന് പറയുന്നത്. അതായത് താമസികം, രാജസികം, പിന്നെ ദൈവിക ഗുണം എന്ന് വേണമെങ്കിൽ അതിനെ നമുക്ക് പറയാം. ദൈവിക ഗുണം അല്ലെങ്കിൽ നല്ല ഗുണം. സാത്വികന്മാർ നമ്മൾ പറയാറില്ലേ, ചിലർ നല്ലതൊക്കെ ചെയ്യുന്നവരെ നമ്മൾ സാത്വികന്മാരെന്ന് പറയും അല്ലേ? അതാണ് സാത്വിക ഗുണം. ആർക്കും ഒരു ഉപദ്രവവും ചെയ്യാതെ ജീവിക്കുന്നവരെയാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. അപ്പോൾ ഇവിടെ പൃഥു ചക്രവർത്തിയെ ഭഗവാൻ പറഞ്ഞു. അപ്പം അങ്ങനെ മനസ്സിലായി. പൃഥു ചക്രവർത്തി പിന്നെ യാഗമൊക്കെ അവസാനിപ്പിച്ചു. 99 യാഗം ചെയ്തു മതിയെന്ന് ഭഗവാൻ തന്നെ പറഞ്ഞു. അങ്ങനെ ഈ ഈ എന്താ പറയുക, കുറേ നമ്മളിപ്പോൾ റിട്ടയർമെൻ്റ് എടുക്കുക എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ കുറേ നമ്മൾ പണം സമ്പാദിച്ചു. പിന്നെ തോന്നി പണം സമ്പാദിക്കണ്ട എന്ന്. അങ്ങനെ ആർക്കെങ്കിലും തോന്നുമോ? ഒരിക്കലും തോന്നുന്നില്ല അല്ലേ? അപ്പോൾ അതങ്ങനെ വേണം കുറച്ച് എന്നാണ് പറയുന്നത്. നമ്മൾക്ക് ആവശ്യത്തിനുള്ളത് മാത്രമേ നമ്മൾ പ്രകൃതിയിൽ നിന്ന് എടുക്കാൻ പാടുള്ളൂ. ആവശ്യത്തിലധികം എടുത്തിട്ട് അടുത്ത തലമുറയ്ക്ക് നമ്മൾ എടുത്തു വെക്കാൻ പാടില്ല എന്നൊക്കെയാണ് പറയുന്നത്. അതാണ് പ്രകൃതി നിയമങ്ങൾ. അങ്ങനെ ഈ സ്നേഹം രണ്ടുപേരും തമ്മിൽ അനുരഞ്ജനായി. അങ്ങനെ ദേവേന്ദ്രനോടും ഒരു വഴക്കില്ലാണ്ട് പൃഥു യാഗമൊക്കെ അവസാനിപ്പിച്ച് വളരെ സന്തോഷവാനായിട്ട് പിന്നെ ഭഗവാൻ വന്ന് വരം ചോദിക്കുകയാണ്, എന്താ തരേണ്ടതെന്ന്. അപ്പം പറഞ്ഞു, എനിക്ക് ഒരു വരവും വേണ്ട, എന്ത് വരം മാത്രം മതി എനിക്ക്? ഭഗവാനെ എന്നും ഓർക്കാൻ പറ്റണം. അതായത് നമ്മൾ ഭക്തിയിൽ എപ്പോഴും അതാണ്. ഭക്തിയിൽ നമ്മൾ ഭക്തി മാർഗമാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നത് തന്നെ അതുകൊണ്ടാണ്. യോഗമാർഗം, ധ്യാനമാർഗം, ജ്ഞാനമാർഗം എന്നൊക്കെ പറഞ്ഞ് മാർഗങ്ങൾ പലതാണെങ്കിലും ജ്ഞാനമാർഗത്തിലൊക്കെ നമുക്ക് മെല്ലെ മോക്ഷം കിട്ടുന്നു. പക്ഷെ ഭക്തി മാർഗത്തിൽ നമുക്ക് വേഗം മോക്ഷം കിട്ടും. അവിടെ അതായത് നമ്മളിപ്പോൾ ചെറിയ കുട്ടികൾക്ക് നിഷ്കളങ്കരായിരിക്കില്ലേ, അവർക്ക് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ പിടികിട്ടും. പക്ഷേ ഈ വയസ്സാവും തോറും കുറേ ആവുന്നവർക്ക് മനസ്സിൽ ഒരുപാട് മാലിന്യങ്ങൾ നിറഞ്ഞിട്ടുണ്ടാവും. അതൊക്കെ നീക്കണമെങ്കിൽ കുറേ സമയമുണ്ട്. അത് ഭക്തിയിലാണെങ്കിൽ അത് പെട്ടെന്ന് കഴുകിക്കളയാൻ പറ്റും. നിഷ്കളങ്കമായ ഭക്തി, വിശ്വാസമുള്ള ഭക്തി ഭഗവാനിൽ, അത് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് എന്തുണ്ടാവില്ല, വേറെ ചിന്തകളൊന്നും ഉണ്ടാവില്ല. ഭഗവാനിൽ മനസ്സ് അർപ്പിക്കുക. നമ്മളിപ്പോൾ ഒരു സാധനം ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ സാധനം വിറ്റു എന്ന് വിചാരിക്കുക. ഒരു സ്ഥലം നമ്മൾ വിറ്റു, പിന്നെ നമുക്ക് അതിൽ അധികാരമില്ല. അതുപോലെ നമ്മുടെ മനസ്സിനെ നമ്മൾ ഭഗവാന് വിറ്റ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് അതിൽ അധികാരമില്ല. അപ്പം മനസ്സാണ് നമുക്ക് എപ്പോഴും പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആള്. അപ്പം ആ മനസ്സിനെ ആർക്ക് കൊടുത്താൽ മതി? ഈശ്വരനിലേക്ക് കൊടുത്താൽ മതി എന്നാ പറയുന്നത്. അവിടെയാണ് നമുക്ക് ആശ്രയത്വം കിട്ടുന്നത്. ഭഗവാനിൽ ഒരു ആശ്രയത്വമുണ്ട്. ജ്ഞാനമാർഗത്തിലൂടെയും യോഗമാർഗത്തിലൊക്കെ പോകുമ്പോൾ ആശ്രയത്വം ഇല്ല. അപ്പോൾ ഇവിടെ ഭഗവാനോടുള്ള പ്രേമം അല്ലെങ്കിൽ സ്നേഹം, അത് നമ്മൾ പറയില്ലേ, സ്നേഹം എവിടെ ഉണ്ടോ അവിടെ ഐശ്വര്യം ഉണ്ടാവുള്ളൂ. നമ്മൾ വഴക്കിട്ടതിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയതാണ് അല്ലേ? എവിടെ വഴക്കും ബഹളവും എല്ലാം ഉണ്ടോ അവിടെ സമാധാനം ഉണ്ടാവില്ല. അത് നമ്മൾക്ക് നന്നായിട്ട് അറിയാം. ഉദാഹരണങ്ങളൊന്നും ആവശ്യമില്ല. നമ്മുടെ വീട്ടിൽ തന്നെ ഉദാഹരണങ്ങൾ നമുക്ക് ഇഷ്ടം പോലെ. ഇപ്പം നമ്മൾ ഈ സ്നേഹം എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? നമ്മൾ സ്നേഹമായി കണക്കാക്കുക. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആരും നമ്മൾ മറ്റുള്ളവരെ അല്ല സ്നേഹിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മളെ തന്നെയാണ് സ്നേഹിക്കുന്നത്. അതാണ് പറയുന്നത് ആത്മാവിനെ അറിയുന്നവൻ സ്ഥിതപ്രജ്ഞനാവും എന്ന് പറയുന്നത്. ആത്മാവിനെ അറിയുന്നവന് എന്തു പറയാ, അതിനെ നമ്മൾ ഇവിടെ ഭക്തി മാർഗത്തിൽ എവിടേക്കാണ് മാറ്റുന്നത്? ഭഗവാനിലേക്കാണ് മാറ്റുന്നത്. അപ്പോൾ നമ്മുടെ സ്നേഹം ഭഗവാനിലേക്ക് മാറ്റുമ്പോൾ നമ്മുടെ ഉള്ളിലിരിക്കുന്നത് ആരാ? ഭഗവാൻ തന്നെയാണ്. അപ്പോൾ ആ ഭഗവാനെ സ്നേഹിക്കുന്നതിലൂടെ നമ്മൾക്ക് എന്ത് കിട്ടും? ശാന്തി കിട്ടും. ശരിക്കും പറഞ്ഞാൽ എല്ലാവരും അവരവരെ മാത്രമേ സ്നേഹിക്കുന്നുള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കാനുള്ള
ആണ്. ഇപ്പം നമ്മളോട് ഭർത്താവായാലും ഭാര്യയായാലും ഇപ്പം നമ്മൾക്ക് വിഷമം വരുന്നത് എപ്പോഴാന്ന് പറഞ്ഞാൽ നമ്മൾ ഇഷ്ടപ്പെട്ട പോലെ നമ്മുടെ ഭർത്താവ് പെരുമാറണം. അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെട്ട പോലെ നമ്മുടെ ഭാര്യ പെരുമാറണം. ഇങ്ങനെ നമ്മൾ വിചാരിക്കുമ്പോഴാണ് നമ്മൾക്ക് ദേഷ്യവും അതുപോലെ കലഹവും എല്ലാം ഉണ്ടാവുക. കാരണം അങ്ങനെയുള്ളവരെ നമ്മൾ നമ്മളെ തന്നെയാണ് അതുകൊണ്ട് സ്നേഹിക്കുന്നത്. നമ്മളിപ്പോൾ ഒരാളോട് വഴക്കിന് പോകുന്നത് എന്താ? നമ്മൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യം അവർ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ആ കുറവുകളോട് കൂടി അവരെ സ്നേഹിക്കാൻ നമ്മൾക്ക് ഇഷ്ടമല്ല. അപ്പൊ നമ്മൾ നമ്മളെ തന്നെ നമ്മുടെ ഇഷ്ടത്തിന് കുറവ് വന്നപ്പോ നമുക്ക് അവരെ വേണ്ട എന്ന് തോന്നുകയാണ്. അവര് ചെയ്തത് തെറ്റായിട്ട് നമുക്ക് തോന്നും. അതുപോലെ നമ്മൾ പറഞ്ഞാലും ഇപ്പൊ നമ്മുടെ മക്കളായാലും നമ്മൾ പറഞ്ഞാൽ അനുസരിക്കുന്നില്ല. അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് അവരോട് ദേഷ്യം വരും. വഴക്ക് വരും അവിടെ. വഴക്ക് വരുന്നത് അതാണ്. നമ്മൾ പറയുന്നത് പോലെ തന്നെ ഈ ലോകം മുഴുവൻ നടക്കണം. അങ്ങനെയല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ എങ്ങനെ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ എല്ലാവരെയും അവരുടെ കുറവുകളോടെയും നന്മയോടും കൂടി സ്നേഹിക്കാൻ നമുക്ക് ശ്രമിക്കണം. അങ്ങനെ സ്നേഹിച്ചാൽ പിന്നെ അവിടെ വഴക്കുണ്ടാവില്ല. അപ്പൊ നമ്മളെ ഭർത്താവാണ് എന്തെങ്കിലും പറഞ്ഞാലും നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യമാണ് പറഞ്ഞതെങ്കിലും പോട്ടെ എന്ന് പറഞ്ഞിട്ട് നമുക്കതിനെ നെഗ്ലക്റ്റ് ചെയ്യാം. ഒരു വിട്ടുവീഴ്ച ചെയ്യാനായിട്ടുള്ള ഒരു മനോഭാവം വരും. അവരുടെ മാനസികാവസ്ഥയ്ക്കനുസരിച്ച് അവരങ്ങനെ പറഞ്ഞു. നമുക്ക് അത് നമ്മുടെ മനസ്സിലേക്ക് എടുക്കാം. അങ്ങനെ നമ്മൾക്ക് വിചാരിക്കാൻ കഴിയും. എല്ലാവരും പെർഫെക്റ്റ് ആയിരിക്കില്ല. ഓരോരുത്തർക്കും വ്യത്യസ്ത സ്വഭാവത്തോട് കൂടി നമ്മൾ നേരത്തെ പറഞ്ഞ പ്രകൃതി ഗുണങ്ങളുണ്ട്. സത്വം, രജസ്, തമസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അത് കൂടാണ്ട് നമ്മൾ കൊണ്ടുവന്നത് നമ്മുടെ അച്ഛനമ്മമാരിൽ നിന്ന് അവരുടെ മുത്തശ്ശന്മാരിൽ നിന്നൊക്കെ ഇതിങ്ങനെ വരും. അത് നമ്മൾ സയൻസിൽ തെളിയിച്ചിട്ടുള്ളതല്ലേ. ജെനറ്റിക്കലായിട്ടാണ് വരുന്നത് എന്ന്. എല്ലാം നമുക്ക് കിട്ടുന്ന ശരീരം, സ്വഭാവം, ഗുണം, നിറം, മുടിയുടെ ഇതെല്ലാം നിറം, മുടി അങ്ങനെയുള്ള കണ്ണുകൾ എല്ലാം നമുക്ക് കിട്ടിയിരിക്കുന്നത് നമ്മുടെ അച്ഛൻ്റെയും അമ്മയുടെയും നിന്നും അവർക്ക് കിട്ടിയിരിക്കുന്നത് അവരുടെ അച്ഛൻ്റെയും അമ്മയുടെയും നിന്നുമാണ്. അപ്പൊ അത് പ്രകൃതിയിൽ തെളിയിച്ചതല്ലേ. ഡാർവിന്റെ പരിണാമ സിദ്ധാന്തത്തിലും ഒക്കെ അതൊക്കെ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയതാണ്. DNA അതൊക്കെ നമ്മൾ സയൻസിൽ തെളിയിച്ചു കഴിഞ്ഞു. DNA ആണ് ഒരാൾക്ക് അച്ഛൻ്റെ DNA, അമ്മയുടെ DNA എന്നൊക്കെയാണ് സ്വഭാവം. അപ്പൊ അച്ഛൻ്റെ സ്വഭാവം ഉണ്ടാവും കുട്ടികൾക്ക്. അമ്മയുടെ സ്വഭാവങ്ങൾ വരാം, നിറം വരാം, ആകൃതി വരാം അല്ലേ? അപ്പൊ അതാണ് ഗുണം, ത്രിഗുണങ്ങൾ. അപ്പൊ ആത്മാവ് വേറെയും ഈ ശരീരം വേറെയുമാണ്. ആത്മാവ് ഈശ്വരനാണ്. അതിന് ശരീരവുമായിട്ടൊരു ബന്ധം ഉണ്ടെന്നേ ഉള്ളൂ. ശരീരത്തിന്റെ സ്വഭാവങ്ങളൊന്നും അതിനെ ബാധിക്കുന്നില്ല. അപ്പൊ ഈ സ്വഭാവം ഗുണങ്ങൾ കൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും വ്യത്യസ്തരായിരിക്കുന്നത്. അപ്പൊ ആ സ്വഭാവ ഗുണങ്ങളെ മറച്ചുകൊണ്ട് നോക്കിയാൽ എല്ലാവരും ഒന്നല്ലേ. അപ്പോ ഭഗവാൻ ഭഗവത്ഗീതയിലും പറഞ്ഞിട്ടില്ലേ, മത്തപ്പരതരം നാനിർ കിഞ്ചിദസ്തി ധനഞ്ജയ മയി സർവമിതം പ്രോതം സൂത്രേ മണിഗണായി ഇവ. എന്താണ് അതിന്റെ അർത്ഥം പറയുന്നത്? ലോകത്തിലെല്ലാം ഈശ്വരൻ തന്നെയാണ്. നമ്മളും ഈശ്വരനാണെങ്കിൽ നമ്മൾ കാണുന്ന എല്ലാവരിലും ഈശ്വരനുണ്ട്. ഞാൻ തന്നെയാണെന്നാ പറഞ്ഞത്. മത്തപ്പരതരം നാനിർ എങ്ങനെ ഈ ലോകത്തിന്റെ ഓതവും പ്രോതവുമായിരിക്കുന്നത് ഇങ്ങനെയും ഇങ്ങനെയും ഉള്ള എല്ലാം ഞാനാണ്. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു മാലയില് നമ്മളൊരു മാല കോർത്താൽ അതിൽ പലതരത്തിലുള്ള പൂക്കൾ ഉണ്ടാവും അല്ലേ? ആ പൂക്കളൊക്കെ വേറെ വേറെ സ്വഭാവമുള്ളവരായിരിക്കും. വേറെ സ്വഭാവ മണമുള്ളതായിരിക്കാം അല്ലേ? വേറെ നിറമുള്ളതായിരിക്കാം, വേറെ മണമുള്ളതായിരിക്കാം. അങ്ങനെയുള്ള പലതരം പൂക്കൾ കൊണ്ട് നമ്മൾ മാല ഉണ്ടാക്കുമ്പോൾ നൂല് ഒന്ന് തന്നെയാണ്. സൂത്രേ മണിഗണ. മാലയിലെ മുത്തുകൾ വേറെ വേറെ ആണെങ്കിലും മാലയെ ബന്ധിപ്പിച്ച് നിർത്തുന്ന ശക്തി ഏതാണ്? ആ നൂലാണ്. അതുപോലെ ഈ ലോകം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന എല്ലാ ജനങ്ങളുടെയും സ്വഭാവം വ്യത്യസ്തമാണെങ്കിലും അവയെല്ലാം കൂട്ടി നിർത്തിയിരിക്കുന്നത് ആ നൂല് ഏതാണെന്നാ പറഞ്ഞിരിക്കുന്നത്? ഭഗവാനാണ്. ആ നൂല് ഭഗവാനാണ്. ഒരു ശക്തിയാണല്ലോ നമ്മളെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഈശ്വരനായിട്ട് എല്ലാവരെയും നിനക്ക് കാണാൻ പറ്റിയാൽ എല്ലാവരെയും നിനക്ക് സ്നേഹിക്കാൻ പറ്റും. അപ്പൊ ഈശ്വരനായി നമ്മൾ ഒരാളെ കണ്ടാൽ നമുക്ക് അവരെ സ്നേഹിക്കാൻ പറ്റും. അതായത് ഒരു ഗുരുവിൻ്റെ അടുത്ത് ഒരാൾ പോയിട്ട് പറഞ്ഞുത്രേ, എനിക്ക് എപ്പോഴും പ്രശ്നങ്ങളാണ് വീട്ടില്. ഭർത്താവ് ഞാൻ പറയുന്നത്, അതായത് ഒരാൾ പറയാണ്, ഭർത്താവ് പറയുന്നത് എനിക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല, എൻ്റെ മക്കൾ പറയുന്നതൊന്നും എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല, അവരൊക്കെ എനിക്ക് എതിരായിട്ടാണ് പറയുന്നത്. അതുപോലെ ഞാൻ ഓഫീസിൽ പോയാലോ അവിടെയും എനിക്ക് ശരിയാവണില്ല, കാരണം അവരൊക്കെ എനിക്ക് എതിരായിട്ടാണ് പറയുന്നത്. അപ്പൊ ഗുരു പറഞ്ഞുത്രേ, നിനക്ക് നീ ഒരു ദിവസം ഇവിടെ താമസിക്കുന്നു. ശരി എന്ന് പറഞ്ഞാൽ അവിടെ താമസിക്കും. അപ്പോൾ ഗുരു അയാളോട് മോശമായിട്ടൊക്കെ തരത്തിൽ അയാൾക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിലൊക്കെ അങ്ങനെ രീതിയിലാണ് പെരുമാറുന്നത്. അപ്പൊ അയാൾക്ക് ഒരു പ്രശ്നവും ഉണ്ടായിരുന്നു.
അപ്പോൾ ഗുരു വിളിച്ചിട്ട് പറഞ്ഞുത്രേ, "ഞാൻ നിന്നോട് മോശമായ രീതിയിൽ പെരുമാറുമ്പോൾ നിനക്ക് എന്തുകൊണ്ടാണ് എന്നോട് ദേഷ്യം വരാതിരുന്നത്?" "അയ്യോ! അങ്ങ് ഗുരുവല്ലേ. ഗുരു ഈശ്വരനെ പോലെയല്ലേ എനിക്ക്. അപ്പൊ ഞാൻ ഗുരുവിനോട് എങ്ങനെയാ ദേഷ്യപ്പെടുക? ഗുരുവിനോട് ദേഷ്യപ്പെടാൻ പറ്റുമോ എനിക്ക്?" അപ്പം ഗുരു പറഞ്ഞുത്രേ, "നീയെ എല്ലാവരിലും എന്നെ കാണ്. ഇനി മേലാൽ നീ ഒരു കാര്യം" അപ്പൊ ഞാൻ പറയുന്നതൊക്കെ നീ അനുസരിക്കുംല്ലേ ചോദിച്ചു. "ഓ, ഗുരു പറയണത് ഞാൻ എന്തായാലും അനുസരിക്കും" എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, "നീ ഇനി ഓഫീസിൽ പോയാലും നിന്റെ അടുത്ത് വരുന്നവരൊക്കെ അവരുടെയൊക്കെ മുഖം എന്റേതാണെന്ന് നീ സങ്കല്പിക്കണം" എന്ന് പറഞ്ഞു. അപ്പൊ എല്ലാവരുടെയും വീട്ടിൽ പോയാലും അവരൊക്കെ ആരാണെന്ന് നീ സങ്കല്പിക്കുക. കുറച്ച് ദിവസം നീ അങ്ങനെ സങ്കല്പിച്ച് നോക്കുക എന്ന് പറഞ്ഞു. അവരിലൊക്കെ ആരെ കാണണം? ഈശ്വരൻ ഗുരുവിനെ കാണണം എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം വീട്ടിൽ വന്നപ്പോ എല്ലാവരും ഇങ്ങനെ വരുമ്പോ അദ്ദേഹം മനസ്സിൽ ചിന്തിക്കണം അത് ഗുരുവാണ്. അങ്ങനെ ഗുരുവാണെന്ന് ചിന്തിക്കാൻ തുടങ്ങിയപ്പോൾ അയാൾക്കുള്ള പ്രശ്നങ്ങളെല്ലാം മാറി. അങ്ങനെ കുറേ ദിവസങ്ങൾക്ക് ശേഷം അയാൾക്ക് കാര്യം മനസ്സിലായി. അപ്പൊ അയാൾ ഗുരുവിന്റെ അടുത്ത് തിരിച്ചു പോയിട്ട് പറഞ്ഞു, "ഇങ്ങനെയൊക്കെയാണ് എനിക്കിപ്പോ ഇങ്ങനെയാണ് തോന്നുന്നത്." അപ്പൊ ആ ഗുരുവിനെ അയാൾ അനുസരിച്ചത് കൊണ്ടാണ് അയാൾക്ക് ഇത്. നമ്മൾ പക്ഷേ ഭഗവാനെ അനുസരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യണം. ഭഗവാനാണ് എല്ലാം നമുക്ക് പറഞ്ഞു തരുന്നത്. ഇപ്പൊ നമ്മളൊരു ഡോക്ടറെ അടുത്ത് പോയാൽ അയാൾ പറയുന്നത് നമ്മൾ അനുസരിക്കണം. അല്ലേ? അല്ലെങ്കിൽ നമ്മുടെ അസുഖം മാറില്ല. അതുപോലെ ഭാഗവതം എന്ത് പറയുന്നു അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് നമ്മൾ അനുസരിക്കണം. ഇപ്പൊ ഇവിടെ പൃഥു അത് പകർത്തി. അപ്പൊ അതുകൊണ്ട് പൃഥുവിന് സമാധാനം കിട്ടി എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഇനിയും നമ്മൾ ലോകവുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് നമ്മൾ വിചാരിക്കുക എല്ലാവരിലും ഈശ്വരനാണ്. പിന്നെ അയാൾ മോശമായി പെരുമാറുന്നത് എന്തുകൊണ്ടാണ്? അയാളുടെ പ്രകൃതി ഗുണം. അപ്പൊ അതിനെ നമ്മൾ കണക്കാക്കാണ്ട് എടുക്കും. അപ്പൊ നമ്മൾ എപ്പോഴും വഴക്കുകൾ ഇല്ലാണ്ടാവാനും സ്നേഹത്തോടു കൂടി സമാധാനത്തോടു കൂടിയും ജീവിക്കണമെങ്കിൽ നമ്മൾക്ക് ആ ഒരു ആത്മജ്ഞാനം കൊണ്ടുള്ള ഗുണം എന്താണെന്നുള്ളതാണ്. നമ്മൾ ആത്മീയമായ ഒരു ജ്ഞാനം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ, അതായത് ഭഗവത്ഗീതയിലൊക്കെ കർമ്മയോഗത്തിലൊക്കെ ഭഗവാൻ പറയുന്നുണ്ട്. എന്താ പറയുന്നതെന്ന് വെച്ചാൽ, നീ ഒന്ന് ശ്രമിച്ചു നോക്കുക എന്ന് പറയണം. നമ്മൾക്ക് ഭഗവാനെ അറിയാൻ നമ്മൾ ശ്രമിക്കും. അത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് സന്തോഷമായിരിക്കാൻ പറ്റും. അപ്പൊ നമ്മൾ അത് എന്തോ ഒരു സന്തോഷം എവിടെയോ ഉണ്ടത്രേ. ആ ഒരു സച്ചിദാനന്ദം ഉണ്ട്. അത് നമുക്ക് കിട്ടണം എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കണമെങ്കിൽ എങ്ങനെയാണ്? നമ്മൾ ഭഗവത്ഗീതയൊക്കെ പഠിച്ച് നമ്മൾ അറിവുള്ളവരാണെങ്കിലും നമ്മളെങ്ങനെ മറ്റുള്ളവരെ നമ്മൾ നന്നാക്കാനല്ല പോണ്ടത്. നമ്മൾ നന്നായി കഴിയുമ്പോൾ നമ്മൾ അവരോട് പെരുമാറുന്നത് നമ്മളെങ്ങനെ മറ്റുള്ളവരോട് പെരുമാറുവോ അതുപോലെയാണ് അവര് നമ്മളോടും പെരുമാറുന്നത്. അപ്പൊ എന്താണെന്ന് പറഞ്ഞിരിക്കുന്നത്? അപ്പൊ അതിൽ പറഞ്ഞില്ലേ, ഉള്ളതിന് ഇല്ലാത്ത അവസ്ഥയില്ല, ഇല്ലാത്തതിന് ഉള്ള അവസ്ഥയില്ല എന്നുള്ള മാതിരി നമ്മൾ നിസ്സംഗനായിട്ട് ഈ ലോകത്തിൽ വർത്തിക്കാൻ നമുക്ക് സാധിക്കണം. എങ്ങനെ നിസ്സംഗനായി വർദ്ധിക്കാം? ആരെ എന്ത് പറഞ്ഞാലും അതൊന്നും എന്നെ ബാധിക്കുന്ന രീതിയിലുള്ളതല്ല. എല്ലാം ഈശ്വര നിയോഗത്താൽ നടക്കുന്നതാണ്. ഞാൻ എൻ്റെ പണി ഇതാ ചെയ്തു. അത് കൊടുത്തു. അതിന്റെ എന്തോ ഫലം വന്നോട്ടെ. ആരെന്തോ എന്നെപ്പറ്റി നല്ലത് പറഞ്ഞോട്ടെ. അതായത് നിന്ദിച്ചാലും സ്തുതിച്ചാലും ഒരേപോലെ ഇരിക്കണം. തുല്യനിന്ദാ സ്തുതി മൗനി സന്തുഷ്ടോ ഏന കേനചിത്. അപ്പൊ നിന്ദയിലും സ്തുതിയിലും തുല്യനായിരിക്കുന്നവനും എന്ത് കിട്ടിയാലും അതിൽ സന്തുഷ്ടനായിരിക്കുന്നവനും ആരാണോ അവനാണ് എനിക്ക് പ്രിയപ്പെട്ടവൻ എന്ന് ഭഗവാൻ പറയുന്നു. അല്ലെ? തുല്യനിന്ദ സ്തുതിർ മൗനി സന്തുഷ്ടോ ഏന കേനചിത്. അങ്ങനെയുള്ളവനെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് ഭഗവാൻ ഭഗവത്ഗീതയിലും പറയുന്നുണ്ട്, ഭാഗവതത്തിലും പറയുന്നുണ്ട്. പല പല സ്ഥലങ്ങളിലും നമ്മൾ ഇതാണ് കാണുന്നത്. അപ്പൊ അതെന്താണെന്ന് അറിയാനുള്ള ഒരു ആഗ്രഹം നമുക്ക് വേണം. എന്താണ് ഈ ഭാഗവതം പറയുന്നത്? നമ്മൾക്ക് എല്ലാവരോടും സ്നേഹത്തോടെ ഇരിക്കാൻ പറ്റുന്നത്രേ, നമുക്ക് സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റുന്നത്രേ. ഇതൊക്കെ ഇങ്ങനെ നമുക്ക് തരുന്നു. അപ്പൊ നമുക്ക് അറിയാനുള്ള ഒരു ആഗ്രഹമെങ്കിലും വേണ്ടേ? അപ്പൊ ഇതിലെന്തോ ഉണ്ട് അത് കിട്ടാൻ. നമ്മളെല്ലാവരും ജിജ്ഞാസുക്കളാണ് അല്ലേ? എന്തെങ്കിലും ഒരു സ്ഥലത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അറിയാണ്ടിരുന്നാൽ നമുക്ക് സമാധാനമേ ഉണ്ടാവില്ല. പക്ഷെ ഇതറിയാൻ ഇതറിയാതിരിക്കുമ്പോൾ നമുക്ക് എന്തുകൊണ്ടാ സമാധാനം? അപ്പൊ ഇതും അങ്ങനെ അറിയാൻ ശ്രമിച്ചുകൂടെ എന്നാണ് പറയുന്നത്. അപ്പോ ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ രാജാവിനെ പിന്നെ ആ ഒരു സ്നേഹം എല്ലാവരോടും കാണിച്ചപ്പോൾ രാജാവിനോട് എല്ലാവർക്കും സ്നേഹമായി. അപ്പൊ രാജാവ് ഇതൊക്കെ കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചു വരികയാണ്. യാഗശാലയിലേക്ക് പോയതല്ലേ അത് കഴിഞ്ഞ്. അപ്പൊ എല്ലാവരും കൊടിതോരണങ്ങളൊക്കെ തൂക്കി രാജാവിനെ സ്വീകരിക്കുകയാണ്. നാട്ടിലുടനീളം എന്താണ് ചെയ്തിരിക്കുന്നത്? എല്ലാവരെയും അലങ്കരിച്ചു. വീഥികളൊക്കെ ഇങ്ങനെ ചന്ദന വെള്ളവും ഒക്കെ തെളിച്ച് സുഗന്ധപരമാക്കി. എല്ലാവിടെയും കൊടിതോരണങ്ങൾ വെച്ചു. എല്ലാവിടെയും നിറപറ വെച്ചു. എല്ലാം രാജാവ് വരില്ലേ. അങ്ങനെ രാജാവിനെ നന്നായിട്ട് എല്ലാവരും കൂടി ആദരിച്ചു. അപ്പൊ രാജാവിന് തോന്നി, ഇത്രയും നല്ല സ്നേഹമുള്ള ജനങ്ങളെ വിട്ടിട്ടാണോ ഞാൻ വെറുതെ യാഗം ചെയ്യാൻ പോയത്?
അല്ലേ? അപ്പൊ എനിക്ക് ഈ സ്നേഹം മാത്രം മതി എന്ന് ആർക്ക് തോന്നുകയാണ്? പൃഥുവിന് തോന്നുകയാണ്. അപ്പോൾ എന്നിട്ട് ഭഗവാൻ എന്താണോ പറഞ്ഞത് അതൊക്കെ തൻ്റെ പ്രജകൾക്ക് കൂടി പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ ശരിക്കും ഒരു രാജാവ് എങ്ങനെയുള്ള ആളായിരിക്കണം? ജനങ്ങളുടെ ഭൗതികമായ ഉയർച്ച മാത്രം നോക്കി കണക്കാക്കാതെ അവരെ ആത്മീയതയിലേക്കും കൊണ്ടുവരണം. ഉം, മുമ്പ് നമ്മൾ അതായത് ഈ അംബരീഷൻ തുടങ്ങിയ രാജാക്കന്മാര്, പിന്നെ ഓരോ രാജാക്കന്മാരുടെ മുമ്പുമുള്ള അവരൊക്കെ പ്രജകളെ വിളിച്ചിരുത്തിയിട്ട് പ്രഭാഷണങ്ങൾ, ജനക മഹാരാജാവ്, സീതാദേവിയുടെ അച്ഛൻ, അദ്ദേഹമൊക്കെ എപ്പോഴും നാട്ടിൽ എന്ത് ചെയ്യും, ഇത്ര യജ്ഞങ്ങളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പ്രഭാഷണങ്ങളൊക്കെ നടത്തിയിട്ട് ജനങ്ങൾക്ക് കുറേ ഉപദേശങ്ങളൊക്കെ കൊടുക്കും. അപ്പൊ രാജാവ് പറയുമ്പോൾ ജനങ്ങൾക്ക് അതനുസരിച്ചല്ലേ പറ്റൂ. അങ്ങനെയെങ്കിലും അവർ ഈ വഴിക്ക് വരും. അപ്പൊ അതുകൊണ്ട് എന്താണ്, രാജാവിന്റെ പണി ഈസി ആകും. രാജാവിന് പിന്നെ ഒരുപാട് കഷ്ടപ്പെടണ്ട, നീതി നിയമങ്ങളൊന്നും നടപ്പിലാക്കേണ്ട കാര്യമേ ഇല്ലാതെ വരികയാണ്. കാരണം എന്താണ്, എല്ലാവരും നല്ലവരായി മാറും. അങ്ങനെ പൃഥു മഹാരാജാവ് എല്ലാവർക്കും ഉപദേശം കൊടുക്കും. അങ്ങനെ എന്നിട്ട് പറയണം അവര്, നിങ്ങൾ നല്ലത് ചെയ്താലേ എനിക്ക്, ഞാൻ മരിച്ചു പോകുമ്പോൾ എനിക്ക് ലോകങ്ങളില് അടുത്ത ജന്മങ്ങളിലും എനിക്ക് നന്മ കിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ ദോഷം ചെയ്താൽ ഞാനും നാശത്തിലേക്ക് പോകും. അതുകൊണ്ട് നിങ്ങൾ നന്മകൾ മാത്രം ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് അതാണ് രാജധർമ്മവും പ്രജാധർമ്മവും അങ്ങനെ എല്ലാം ഉപദേശിച്ച് കൊടുക്കുകയാണ്. അങ്ങനെ നല്ലൊരു രാജാവായിട്ട് പൃഥു ചക്രവർത്തി, അങ്ങനെ ഒടുവിൽ ആത്മീയമായ ഒരു ആചാര്യനായിട്ട് കൂടിയിട്ട് പൃഥു ചക്രവർത്തി മാറും. അതാണ് സ്നേഹമാണ് നമുക്ക് എല്ലാം. സ്നേഹമാണ് അഖിലസാരമൊഴിയിരുന്ന് കവി പറഞ്ഞിട്ടുണ്ട് അല്ലേ? അതുകൊണ്ട് എല്ലാവരും ഭഗവാനെ സ്നേഹിച്ചുകൊണ്ട്, അതുപോലെ തന്നെയാണ് മറ്റുള്ളവരും എന്ന് വിചാരിച്ചുകൊണ്ട് സന്തോഷമായും ഇരിക്കാൻ ശ്രമിക്കുക. അത്രേ.